BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. തന്റെ പ്രജകളെ കാണാൻ മഹാബലി വർഷത്തിലൊരിക്കൽ കേരള നാട്ടിലേക്ക് വരുന്നതാണ് തിരുവോണത്തിന്റെ ഐതിഹ്യം. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സുകൾ വഴിമാറിയോടുന്നതിനാൽ കീഴ്മാട് സർക്കുലർ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആലുവ മൂന്നാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് വഴിമാറിയോടുന്നത്. പെരുമ്പാവൂർ ഭാഗത്തു നിന്നുള്ള സ്വകാര്യ ബസ്സുകളാണ് റൂട്ട് തെറ്റിക്കുന്നത്. ആലുവയ്ക്ക് പോകുമ്പോൾ ചൂണ്ടിയിലോ കൊച്ചിൻ ബാങ്ക് കവലയിലോ ഗതാഗത കുരുക്കുണ്ടെന്നറിഞ്ഞാൽ രാജഗിരി ആശുപത്രിയുടെ മുൻവശത്ത് നിന്ന് കീഴ്മാട് സർക്കുലർ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവഴി തോട്ടുമുഖം കവലയിലെത്തി ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത റോഡിലൂടെ ആലുവയിലേക്ക് പോകും. സർക്കുലർ റോഡും അനുബന്ധ റോഡുകളും വളരെ വീതി കുറഞ്ഞവയാണ്. അതിനാൽ ഒന്നിലധികം വലിയ ബസ്സുകൾ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഗതാഗത കുരുക്കും ഉണ്ടാവുന്നുണ്ട്. കീഴ്മാട് തോട്ടുമുഖം റോഡിൽ ഗിരിക്ക് സമീപം കലുങ്ക് അപകടാവസ്ഥയിലാണ്. ഇതിലൂടെ വലിയ വാഹനങ്ങളുടെ യാത്ര തടഞ്ഞ് പൊതുമരാമത്ത് ബോർഡ് സ്ഥാപിച്ചു. എന്നാൽ ഇത് കണക്കിലെടുക്കാതെ ഈ കലുങ്കിലൂടെയാണ് വഴിമാറിയോടുന്ന സ്വകാര്യ ബസ്സുകളുടെ യാത്ര. ഓണത്തിനോടനുബന്ധിച്ച് കാക്കനാട് കുലുക്കി സർബത്തിന്റെ മറവിൽ ചാരായം വിൽപ്പന നടത്തിയ 2 പേർ എക്സൈസിന്റെ പിടിയിൽ. പുക്കാട്ടുപടി സ്വദേശിയും തേവയ്ക്കൽ താമസിക്കുകയും ചെയ്യുന്ന മണലിക്കാട്ടിൽ വീട്ടിൽ അങ്കിൾ എന്ന് വിളിക്കുന്ന സന്തോഷ് കാക്കനാട്, കൊല്ലം കുടിമുകൾ സ്വദേശി മണ്ണാരം കുന്നത്ത് വീട്ടിൽ കിരൺകുമാർ എന്ന വാറ്റാപ്പി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തേവക്കലിൽ 2 നില വീട് വാടകയ്ക്കെടുത്ത് നാടൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നു എന്ന വ്യാജേനയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാരായം മാറ്റിയിരുന്നത്. മാറ്റിയ ചാരായത്തിന്റെ മണം പുറത്തേക്ക് വരാതിരിക്കാൻ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യും. ഓർഡർ അനുസരിച്ചാണ് നടത്തുന്നത്. ഇവരുടെ വാഹനങ്ങളിൽ നിന്നും വാടക വീട്ടിൽ നിന്നുമായി 20 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. ചാരായം നിർമ്മിക്കാൻ പാകമാക്കി വെച്ചിരിക്കുന്ന 950 ലിറ്റർ വാഷ്, ചാരായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാറ്റുപകരണങ്ങൾ, 5 ഗ്യാസ് കുറ്റി, 30 ലിറ്ററിന്റെ 4 പ്രഷർ കുക്കറുകൾ, ചാരായം നിറയ്ക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച 1/2 ലിറ്ററിന്റെ 700 കാലി പ്ലാസ്റ്റിക് കുപ്പികൾ, ചാരായം നിറച്ച കുപ്പികൾ, സീൽ ചെയ്യുന്നതിനുള്ള ഉപകരണം എന്നിവയും പിടിച്ചെടുത്തു. അതോടൊപ്പം ചാരായ വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന ഇവരുടെ ഓട്ടോറിക്ഷകളും നാനോ കാറും 2 സ്മാർട്ട് ഫോണുകളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വെങ്ങോലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിതല ഇടപെടൽ അനിവാര്യമാണെന്ന് വെള്ളിയാഴ്ച കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ഇല്ലാതെ പൊതുമരാമത്ത് വിഭാഗവും ജല അതോറിറ്റിയും തമ്മിലെ തർക്കം പരിഹരിക്കാൻ സാധ്യമല്ലെന്നും എൽദോസ് കുന്നപ്പള്ളി MLA അറിയിച്ചു. BMNBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ MM റോഡ് വെട്ടിപ്പൊളിക്കാൻ നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നടപടിയാകില്ല. മന്ത്രിതലത്തിൽ പ്രത്യേക തീരുമാനമെടുത്താൽ മാത്രമേ പൈപ്പിടൽ പൂർത്തീകരിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനാകൂ. വരുന്ന ആഴ്ച 2 മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും കളക്ടറുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർക്കുമെന്നും MLA അറിയിച്ചു. പലയിടങ്ങളിലും പൊട്ടിയ കാലപ്പഴക്കം ചെന്ന പൈപ്പ് മാറ്റിയിടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി 9 കോടി രൂപ അനുമതിയായ ശേഷം PWDയും ജല അതോറിറ്റിയും തമ്മിലെ തർക്കം മൂലം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കുടിവെള്ളം നിഷേധിക്കപ്പെടുന്നത് വിഷമകരമായ അവസ്ഥയാണെന്നും യോഗം വിലയിരുത്തി. എറണാകുളത്ത് റോഡിൽ ശരീരത്തിൽ മുറിവുകളുമായി യുവാവിന്റെ മൃതദേഹം. എറണാകുളം മരോട്ടിച്ചുവട് ഷാപ്പിന് സമീപമാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സംഭവത്തിൽ എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തൃക്കാക്കരയപ്പന്റെ ഉത്രാട സദ്യയും പകൽപുരവും അനുഭവിച്ചറിയാനും വലിയ വിളക്കുത്സവത്തിൽ പങ്കെടുക്കാനും തൃക്കാക്കര മഹാക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളെത്തി. തൃക്കാക്കരയപ്പനും തിരുമുൽ കാഴ്ച സമർപ്പിക്കാനും തിരക്കേറി. മഹാബലിയെ എതിരേൽപ്പും പ്രസിദ്ധമായ തിരുവോണ സദ്യയും ഇന്ന് നടക്കും. കടുങ്ങല്ലൂർ പ്രേമനാഥന്റെ സോപാന സംഗീതത്തോടെയായിരുന്നു ക്ഷേത്രത്തിലെ ഉത്രാട ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് 9 ഗജവീരന്മാർ അണിനിരന്ന ശ്രീബലിയും തിരുമുൽ കാഴ്ച സമർപ്പണവും നടന്നു. ഭഗവാന് മുന്നിൽ കാഴ്ചക്കുല സമർപ്പിച്ച ക്ഷേത്രം മേൽശാന്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. ഒട്ടേറെ പേർ ക്ഷേത്രനടയിൽ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. മരുത്തൂർ പട്ടം ബാബു, അജയ് കൃഷ്ണൻ എന്നിവരുടെ നാഗസ്വരവും ഓച്ചിറ V ഭാസ്കരന്റെ ഏവൂർ പ്രമോദിന്റെയും നേതൃത്വത്തിലുള്ള തവിൽ മേളവും പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും ശ്രീബലി എഴുന്നള്ളപ്പിന് അകമ്പടിയായി. തുടർന്നായിരുന്നു ഉത്രാട സദ്യ. പുക്കട്ടുപടി സ്വദേശി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 11 വിഭവങ്ങളോടെ 10,000 പേർക്കാണ് ഉത്രാട സദ്യ ഒരുക്കിയത്. തുടർച്ചയായി 3-ാം വർഷമാണ് തൃക്കാക്കരയപ്പന് മുന്നിൽ ജയപ്രകാശ് സദ്യ ഒരുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന പകൽപുരത്തിന് പെരുവനം സതീശന്മാരാർ പാണ്ടിമേളം നയിച്ചു. എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ ബാലകൃഷ്ണനാണ് ഭഗവാന്റെ തിടം വീറ്റിയത്.
മാർത്താണ്ഡവർമ്മ ഇരട്ടപ്പാലത്തിന്റെ ഇരുവശത്തുമുള്ള നടപ്പാതകൾ ഇരുട്ടിൽ. തോട്ടക്കാട്ടുകര പ്രദേശത്തുള്ള ഭൂരിഭാഗം പേരും റോഡിലെ ഗതാഗത കുരുക്കിനെ പേടിച്ച് പാലത്തിലൂടെ നടന്നാണ് നഗരത്തിലേക്ക് വരുന്നതും പോകുന്നതും. വിസർജ്യ വസ്തുക്കൾ മുതൽ പുഴയിൽ നിന്ന് കയറി വരുന്ന മലമ്പാമ്പ് വരെ ഉണ്ടാകാനിടയുണ്ട്. ഇവിടെ റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പാലത്തിലെ ആർച്ചുകളുടെ തടസ്സം മൂലം നടപ്പാതയിൽ പതിക്കില്ല. നടപ്പാതയിൽ ബൾബുകൾ സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് വിഷമമില്ലെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. നടപ്പാത ശുചീകരണവും മുടങ്ങിയിരിക്കുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.